മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുൻപിൽ ശനിയാഴ്ച പകലും രാത്രിയിലുമായി നൽകിയ മൊഴികളിൽ കടുത്ത വൈരുദ്ധ്യം. ചില മൊഴികൾ മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞതിന് വിരുദ്ധമാണ്. മറ്റു ചില മൊഴികൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും പറഞ്ഞതുമായി യാതൊരു പൊരുത്തമില്ലെന്നും കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുന്നിൽ ശനിയാഴ്ച നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. സരിത നായരെ താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും തനിക്ക് അവരെ അറിയില്ലെന്നുമായിരുന്നു സോളാർ തട്ടിപ്പ് പുറത്തുവന്ന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടെയാണ് പാലായിലെ കടപ്ലാമുറ്റത്ത് ജലനിധി പരിപാടിയിൽ വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സരിത നായർ അടക്കം പറയുന്ന ചിത്രം കൈരളി പീപ്പിൾ TV പുറത്തുവിട്ടത്. ആ ചിത്രം വ്യാജമാണെന്നും മോർഫ് ചെയ്ത് സൃഷ്ടിച്ചതാണെന്നും കോൺഗ്രസുകാർ വാദിച്ചു. എന്നാൽ സോളാർ കമ്മീഷന് മുന്നിൽ അദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെ: കടപ്ലാമുറ്റത്ത് വേദിയിലിരിക്കുമ്പോൾ പിറകിലൂടെ ഒരാൾ വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞതായി ഓർക്കുന്നു. അത് സരിത നായരായിരുന്നു എന്ന് ഓർക്കുന്നില്ല. സത്യം പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒന്നും ഓർമ്മയില്ല എന്നതാണ് സത്യം. സരിത നായർക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ കാണാൻ അവസരമൊരുക്കിയത് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ തോമസ് കുരുവിളയായിരുന്നു. കുരുവിള അക്കാര്യം കമ്മീഷന് മുമ്പാകെ പറയുകയും ചെയ്തു. ഡൽഹി കേരള ഹൗസിൽ കാണാനായിരുന്നു സരിത ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കാര്യം കുരുവിള മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ വിജ്ഞാൻ ഭവനിൽ കാണാമെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ കുരുവിളയുടെ മൊഴി മുഖ്യമന്ത്രി നിഷേധിച്ചു. വിജ്ഞാൻ ഭവൻ കനത്ത സുരക്ഷാ സംവിധാനമുള്ള സ്ഥലമാണെന്നും അവിടെ സരിത ഉണ്ടായിരുന്നോ എന്ന് അറിയില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മൊഴി. കേരള ഹൗസ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും യഥേഷ്ടം കയറിയിറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള വിജ്ഞാൻ ഭവനിൽ കാണാമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതെന്ന് വ്യക്തം. തട്ടിപ്പിനിരയായ ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നപ്പോൾ സരിത അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് സോളാർ തട്ടിപ്പ് അന്വേഷിച്ച ADGP ഹേമചന്ദ്രൻ മൊഴി നൽകിയത്. എന്നാൽ അക്കാര്യം കമ്മീഷൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായില്ല. MLA സെൽവരാജ് ഇതിന് സാക്ഷിയാണെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചപ്പോഴും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയില്ല. ADGPയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ പോലും മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ നിഷേധിക്കുന്നു. 2012 ജൂലൈ 10 ടീം സോളാറിന്റെ വക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സരിത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. തുക കൈപ്പറ്റിയതിന് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി നൽകിയ കത്ത് പ്രത്യേക അന്വേഷണ സംഘം കമ്മീഷന് സമർപ്പിച്ചിരുന്നു. ഈ കത്തിൽ ബിജു രാധാകൃഷ്ണനെ ഡിയർ മിസ്റ്റർ RB നായർ എന്നാണ് മുഖ്യമന്ത്രി സംബോധന ചെയ്തത്. ഈ കത്ത് ബിജു രാധാകൃഷ്ണനെ നേരത്തെ അറിയുന്നതിന് തെളിവല്ലേ എന്ന് കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ ചോദിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അതും നിഷേധിച്ചു. ബിജു രാധാകൃഷ്ണനുമായി ആലുവ ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ സംഭാഷണം നടത്തിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. എന്നാൽ എന്തായിരുന്നു സംഭാഷണ വിഷയമെന്ന് കമ്മീഷൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമായതിനാൽ വെളിപ്പെടുത്താനാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. തനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇക്കാര്യം ഒളിക്കുന്നത്? പരസ്പര വിരുദ്ധവും പ്രത്യക്ഷത്തിൽ അവിശ്വസനീയവുമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നുണ പരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്ന് ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ചോദിച്ചു. തയ്യാറല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പറയുന്നത് സത്യമാണെങ്കിൽ മുഖ്യമന്ത്രി എന്തിന് നുണ പരിശോധനയ്ക്ക് വിസമ്മതിക്കണം?